Hi everyone, Assalamu alaikum. Welcome to my YouTube channel ഷിഹാന. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ കോളിഫ്ലവർ പൊരിച്ചെടുക്കാം എന്നാണ് കേട്ടോ. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ കോളിഫ്ലവർ നല്ല ഈസി ആയിട്ട് പൊരിച്ചെടുക്കാം എന്നാണ് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയച്ച് കഴിഞ്ഞാൽ നല്ല കുട്ടികൾ നന്നായി ചോറൊക്കെ കഴിച്ച് നല്ല കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കോളിഫ്ലവർ നല്ല ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ട് വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിളപ്പിച്ചെടുത്തിട്ടുള്ള കോളിഫ്ലവറാണിത്. ഞാനതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരര സ്പൂൺ ചിക്കൻ മസാലയും കുറച്ച് ഒരു ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മധുരം ഒരു ഭംഗിക്ക് ഒരു റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മോന് നല്ല ഇഷ്ടമാണ്, അപ്പോൾ കുറച്ച് നല്ല എരിവാവേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ മസാലാസൊക്കെ നല്ല പിടിക്കുന്ന രീതിയിൽ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 4 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 4 സ്പൂൺ. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയാണ്. മൈദയുടെ നേർ പകുതിയാണ് ഞാൻ കോൺഫ്ലവർ എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്കൊരു എഗ്ഗ് കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഈ കോൺഫ്ലവറും മൈദയൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ എഗ്ഗ് പൊട്ടിച്ചെടുക്കാൻ. എഗ്ഗിനൊന്ന് പൊട്ടിച്ചൊടിച്ചെടുത്തിട്ട് അതും നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാനത് തലേ ദിവസം തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ വെക്കാറാണ് കേട്ടോ. മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കാറാണ്. പിറ്റേ ദിവസം കാലത്ത് നമുക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ ആക്കി കൊടുക്കലാണ്. നമുക്കൊരു 10 മിനിറ്റെങ്കിലും ഒന്ന് ആ ഒരു മാഗ്നേറ്റ് ചെയ്തിട്ട് അങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്കത് പൊരിച്ചു കൊടുക്കാം. അപ്പോൾ പൊരിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും നടുകീറിയ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതിനെ കോരി മാറ്റിയെടുക്കാം അങ്ങോട്ട്. കണ്ടോ, എല്ലായിടത്തും മസാലയൊക്കെ പിടിച്ച് അങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പൊരിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഈവനിങ് ചായക്ക് ജസ്റ്റ് കഴിക്കാനത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.